നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടെടുത്ത തീരുമാനങ്ങളിലൊന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി അഴിമതിയില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കണമെന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എടുത്ത തീരുമാനം. ആ നരേന്ദ്രമോദിയുടെ ഭരണത്തെ മാതൃകയായിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേക്കും ഒരു കാര്യം ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം നിങ്ങൾക്കൊക്കെ തന്നെ വസ്തു ഉണ്ട്, നിങ്ങൾക്കൊക്കെ തന്നെ സ്ഥലം കിട്ടിയിട്ടുണ്ട്, വീട് കിട്ടുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കാത്തത്. അപ്പോഴാണ് മനസ്സിലായത് PMAY പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു കരാറിൽ ഒപ്പുവയ്ക്കണം. സ്വാഭാവികമല്ലേ? കേന്ദ്ര സർക്കാർ ഇപ്പൊ നിങ്ങൾക്ക് കോർപ്പറേഷൻ പണം തരണമെങ്കിൽ നിങ്ങൾ കരാറിൽ ഒപ്പുവയ്ക്കേണ്ടേ കോർപ്പറേഷനുമായിട്ട്? അപ്പോൾ കോർപ്പറേഷൻ പറയുന്ന മാനദണ്ഡങ്ങൾ അംഗീകരിക്കണം. സ്വാഭാവികമായിട്ടും പണം തരുമ്പോൾ അങ്ങനെ സാധിക്കുകയുള്ളൂ. അപ്പോൾ പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ച് നിങ്ങൾ കരാറിൽ ഒപ്പുവയ്ക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചു, കേരളം ഒപ്പുവെച്ചില്ല. എന്താണ് അതിൽ? ഇപ്പൊ KSRTC അതിനൊരു ചിഹ്നമുണ്ട് ഇല്ലേ, ഒരു അടയാളമില്ലേ? ആനന്ദിക്കുന്ന ഒരു അടയാളമില്ലേ? സംസ്ഥാന സർക്കാരിന്റെ അടയാളമില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു എംബ്ലമുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു എംബ്ലമുണ്ട്. ആ എംബ്ലം ഞങ്ങൾ വയ്ക്കുകയില്ല എന്നുള്ള ഒരു പിടിവാശി കാരണം സംസ്ഥാന സർക്കാർ ആ കരാറിൽ ഒപ്പുവെച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്.